യുക്രൈനുമായുള്ള ചർച്ചകൾക്ക് തയ്യാറാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. മൂന്നാം ലോക മഹായുദ്ധം തടയാനുള്ള ട്രംപിന്റെ പ്രയത്നങ്ങളെ സ്വാഗതം ചെയ്ത പുടിൻ യുദ്ധം ഒഴിവാക്കുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾക്ക് തയ്യാറാണെന്നും വ്യക്തമാക്കി. അമേരിക്കയുടെ 47ാം പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത ഡൊണാൾഡ് ട്രംപിന് ആശംസകൾ അറിയിക്കുന്നതിനിടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, നമുക്കറിയാം പുതിയ 47ാം പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിന് പിന്നാലെയാണ് പുടിൻ ഇത്തരത്തിൽ ഒരു പ്രതികരണം നടത്തിയിട്ടുള്ളത്. സ്വാഭാവികമായും ലോകത്ത് സമാധാനത്തിൻ്റെ ഒരു അന്തരീക്ഷം കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം നിലവിൽ എന്നുള്ളതാണോ പുടിൻ്റെ ഈ വാക്കിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഐസൺ ജോസ്. വിനോദ്, തീർച്ചയായും പുടിൻ്റെ വാക്കുകളിൽ നിന്നും നമ്മൾ വായിച്ചെടുക്കേണ്ട പല അർത്ഥങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അർത്ഥം എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്നതാണ്, ഈ ഫോറിൻ പോളിസിയുമായി ബന്ധപ്പെട്ടുള്ള ചില നീക്കങ്ങൾ തന്നെയാണ്. അതായത് നമുക്കറിയാവുന്നതാണ്, യുക്രൈനിനെതിരായ റഷ്യയുടെ ആക്രമണം അതിശക്തമായി തുടരുന്ന ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ പരസ്പരം ആക്രമണം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ലോകം സാഹചര്യങ്ങൾ നിലനിൽക്കുന്നത്. സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, ലോക സമാധാനത്തിനുള്ള നിലപാട്, അല്ലെങ്കിൽ ലോകം മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് പോകാതിരിക്കുന്നതിനുള്ള നിലപാട് സ്വീകരിക്കുമെന്ന് വളരെ കൃത്യമായി ഡൊണാൾഡ് ട്രംപ് പറയുകയും ചെയ്തിരുന്നു. അത് ഇന്നലെ തന്നെ ആ റാലിയിൽ, കഴിഞ്ഞ ദിവസം റാലിയിൽ അദ്ദേഹം വളരെ കൃത്യമായി പറയുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ പുറത്തു വന്നത് നമ്മൾ അടക്കം പ്രക്ഷേപണം ചെയ്തതാണ്. അത്തരത്തിൽ മൂന്നാം ലോക മഹായുദ്ധത്തിനുള്ള സാധ്യത ഇല്ലാതാക്കുമെന്ന കൃത്യമായ നിലപാടിനെ സ്വാഗതം ചെയ്യുകയാണ് പുടിൻ. നമുക്കറിയാവുന്നതാണ്, ഈ റഷ്യയും അതുപോലെ തന്നെ യുക്രൈനും തമ്മിലുള്ള ആ ഒരു സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിലും നിലനിൽക്കുന്ന സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള കർശനമായ നടപടികൾ ഉണ്ടാകും, ആ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്നും ട്രംപ് പറയുകയും ചെയ്തിരുന്നു. സ്വാഭാവികമായും ഈ രണ്ട് നിലപാടുകളും റഷ്യയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും സ്വാഗതാർഹമായ ഒരു സാഹചര്യം തന്നെയാണുള്ളത്. മാത്രമല്ല, നേരത്തെ നമുക്കറിയാവുന്നതാണ്, റഷ്യയുമായി മികച്ച ബന്ധം പുലർത്തിയിരുന്ന ഒരു ടെന്യൂറായിരുന്നു ഇതിനു മുൻപുണ്ടായിരുന്ന, അതായത് നേരത്തെ പ്രസിഡൻ്റായിരുന്ന സാഹചര്യത്തിൽ ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത്. അത്തരത്തിലുള്ളൊരു കൃത്യമായ നിലപാട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ആ നിലപാട് വീണ്ടും സാധൂകരിക്കുന്ന ഒരു നീക്കം തന്നെയാണ് ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. നമുക്കറിയാവുന്നതാണ്, കർശനമായ നടപടികൾ റഷ്യ യുക്രൈനെതിരെ തുടരുമ്പോഴും യുക്രൈനെ അനുകൂലിക്കുന്ന നിലപാട് സ്വീകരിക്കാൻ ട്രംപ് തയ്യാറായിരുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യം തന്നെയായിരുന്നു. മാത്രമല്ല, യുക്രൈനുള്ള യുദ്ധസഹായം, ആയുധം വിതരണമെല്ലാം തന്നെ നിർത്തിവെക്കുമെന്ന നിലപാടും നേരത്തെ ട്രംപ് സൂചനകൾ നൽകിയിരുന്നു. ഇപ്പോൾ ഈ അടുത്ത ദിവസം നടന്ന ആയുധ ഇടപാടിന് ശേഷം തുടർന്ന് ആയുധ ഇടപാടുകൾ നിർത്തിവെക്കാനുള്ളൊരു സാധ്യതയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. സ്വാഭാവികമായും മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നീങ്ങിയേക്കാവുന്ന ഒരു വിഷയത്തെ കൃത്യമായും പരിഹരിക്കാൻ തയ്യാറായി ട്രംപ് മുന്നോട്ട് വരുന്നു എന്ന നിലപാട് റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷ നൽകുന്നതാണ്. സ്വാഭാവികമായും റഷ്യ അക്കാര്യത്തിൽ ഒരു നടപടി സ്വീകരിക്കുന്നു എന്നത്, അല്ലെങ്കിൽ അതിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് അതിനെ സ്വാഗതം ചെയ്യുന്നു എന്നുള്ളത് ട്രംപിൻ്റെ ഇടപെടലിനെ സ്വാഗതം ചെയ്യുന്നു എന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഇടപെടുമെന്ന ട്രംപിൻ്റെ നിലപാടിനെ തീർത്തും സ്വാഗതം ചെയ്യുമ്പോൾ ഒരു പരിധിവരെ നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഇസ്രായേൽ ഹമാസ് യുദ്ധം, അല്ലെങ്കിൽ ആ സംഘർഷം പൂർണ്ണമായും പരിഹരിക്കുന്നതിനുള്ള നീക്കങ്ങൾ ട്രംപിൻ്റെ ഒരു കൃത്യമായ നിലപാടിലൂടെയാണ് ശക്തമാവുകയും അത് യാഥാർത്ഥ്യമാവുകയും ചെയ്തത്. ബന്ദികളുടെ മോചനമെല്ലാം യാഥാർത്ഥ്യമാവുകയും ചെയ്തത്. ഇനിയും ശക്തമായ നിലപാടുകൾ അത് ഉടൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു പ്രധാന സംഭവവികാസം കൂടി എടുത്തു പറയാവുന്ന ഒരു ഉത്തരവായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്, വിദേശ സഹായം, അതായത് വിദേശത്തുള്ള വികസനത്തിന്, വിദേശ രാജ്യങ്ങളിലെ വികസനത്തിനായി അമേരിക്ക ചെലവഴിക്കുന്ന തുക ചെലവഴിക്കുന്ന പദ്ധതികളെല്ലാം തന്നെ 90 ദിവസത്തേക്ക് നിർത്തിവെക്കാനുള്ള ഒരു എക്സിക്യൂട്ടീവ് ഓർഡറും ഇപ്പോൾ ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം തന്നെ നമുക്ക് വായിച്ചെടുക്കാവുന്നത് ഒരു പൂർണ്ണമായ ഒരു പുനഃസജ്ജീകരണം സർക്കാരിൻ്റെ ഭാഗത്ത് നടത്താൻ പോകുന്നു എന്നാണ്. എല്ലാ അധികാരികൾക്കും, അതായത് ഈ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് വിദേശ രാജ്യങ്ങൾക്ക് നൽകുന്ന സഹായങ്ങൾ എല്ലാം നിർത്തിവെക്കാനുമുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഫണ്ട് റിലീസ് എല്ലാം നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു. അതിൽ നിന്നെല്ലാം നമുക്ക് വായിച്ചെടുക്കാവുന്ന ചില കാര്യങ്ങളുണ്ട്. തീർച്ചയായും അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ആ പ്രവർത്തന ശൈലിയിൽ തന്നെ സമഗ്രമായൊരു മാറ്റം കൊണ്ടുവരാനുള്ളൊരു നീക്കമാണ്. സ്വാഭാവികമായും യുക്രൈനെ ജോ ബൈഡൻ നൽകിയ ആ കരാർ, ആയുധം നൽകാനുള്ളൊരു ധാരണ ഒരു പക്ഷേ യാഥാർത്ഥ്യമാകുമോ, അത് വൈകുമോ എന്നതെല്ലാം തന്നെ കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. സ്വാഭാവികമായും റഷ്യയ്ക്ക് അത് മുൻതൂക്കം ലഭിക്കുന്ന ഒരു സാഹചര്യം കൂടിയായിരിക്കും. ആ ഒരു സാഹചര്യം കൂടി വരുമ്പോൾ സ്വാഭാവികമായും ഈ സംഘർഷം അവസാനിക്കാനുള്ളൊരു സാഹചര്യം ഒരുക്കാൻ അതുകൊണ്ട് സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും പുടിൻ സ്വാഗതം ചെയ്യുന്നത് പുതിയ ലോകക്രമത്തിൽ ട്രംപിൻ്റെ ഇടപെടൽ ഏറ്റവും നിർണായകമാണ് എന്ന് തെളിയിക്കുക കൂടി ചെയ്യുന്ന നീക്കമാണ്. എന്തായാലും ആ പുടിൻ്റെ പ്രതികരണം കണ്ടതിന് ശേഷം തിരികെ They have always been ready to maintain peaceful relationship with any American administration. I have said that many times. We would like to see the dialogue built upon equality and mutual respect, considering the common positions on our country on a number of international
issues, including strengthening security and political stability. We're also open for dialogue with the new US administration on the Ukrainian conflict. അതെ, അങ്ങനെ തന്നെയാണ് നമ്മുടെ പ്രേക്ഷകൻ രവീന്ദ്രൻ ഇടശ്ശേരിയെ പോലെയുള്ള പ്രേക്ഷകരും പറയുന്നത്. കരുത്തുള്ളവർക്കാണ് ഇത്തരത്തിൽ കരുത്തരായ അമേരിക്കൻ പ്രസിഡൻ്റായിട്ട് ചുമതലയേറ്റ അദ്ദേഹം ഡൊണാൾഡ് ട്രംപ്, അതേപോലെ തന്നെ റഷ്യൻ പ്രസിഡന്റ് പുടിൻ, ഇങ്ങനെ കരുത്തുള്ളവർക്കാണ് ലോകത്ത് സമാധാനം കൊണ്ടുവരാൻ ഉള്ള കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ കഴിയുക എന്നുള്ളതും പറയുന്നു. ഇൻ്റർനാഷണൽ ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൺ ജോസ്.